ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ദാണ്ടെ ഒരു പാനിലോട്ട് നമ്മുടെ കടലയുണ്ടല്ലോ, കടലയും വാഴക്കയും കൂടെ ചേർത്തിട്ട് നല്ല അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാൻ വായോ. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ആദ്യം ഒരു കുക്കർ ഒന്ന് എടുത്ത് വെച്ചിട്ട് ഞാൻ ഓവർനൈറ്റ് കുതിർത്തെടുത്ത ഒരു അരക്കപ്പോളം കടലയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഓവർനൈറ്റ് ഫുള്ള് കുതിർക്കാൻ സമയമില്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ ചൂടുവെള്ളത്തിലിട്ടാലും മതിയാവും കേട്ടോ. അപ്പൊ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വേവാനും പാകത്തിന് കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. ഒരുപാട് വെള്ളമൊന്നും ചേർക്കണ്ട. കുറച്ച് മാത്രം വെള്ളം ചേർത്താൽ മതി കേട്ടോ. നമുക്കിത് വെന്ത് കിട്ടിയാൽ മാത്രം മതി. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. കുക്കർ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 4 വിസിൽ കേൾക്കുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. 4 വിസിൽ കൊണ്ടൊക്കെ വെന്ത് കിട്ടും കേട്ടോ. ആ ഒരു സമയം നമുക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ ഒന്ന് ചുട്ടെടുക്കാനുണ്ട്. അപ്പം ഞാനൊരു ഗ്രില്ല് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് തേങ്ങയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പൊ തേങ്ങ ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തതാണ്. ഒരു 3 കഷ്ണം വെച്ച് കൊടുക്കുന്നുണ്ട് കണ്ടോ? ഇത്രയും ഞാൻ തേങ്ങ എടുക്കുന്നുള്ളൂ. ഇനി നിങ്ങൾക്ക് കുഞ്ഞുള്ളി വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. എൻ്റെ കയ്യിൽ കുഞ്ഞുള്ളി ഇല്ലാത്തത് കൊണ്ട് ഞാൻ സവാളയാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. നോക്കിയപ്പോൾ കുഞ്ഞുള്ളി എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു സവാള 2ആയിട്ട് കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിത് നല്ലപോലെ ഒന്ന് ചുട്ടെടുക്കാം. കുഞ്ഞുള്ളി ആകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ ദാണ്ടെ ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നമുക്കൊന്ന് ചുട്ടെടുക്കാം. അപ്പൊ ഇങ്ങനെ ഗ്രില്ലിൽ വെച്ച് ചുട്ടെടുക്കണമെന്ന് തന്നെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ എങ്ങനെയാണോ ചുട്ടെടുക്കുന്നത് ആ രീതിക്ക് ചുട്ടെടുത്താൽ മതി. അപ്പൊ ദാണ്ടെ ഒന്ന് ആയിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ ആവുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തുനിന്ന് എടുത്തങ്ങ് മാറ്റി വെക്കാം. അപ്പൊ എല്ലാം ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് നമുക്ക് ദാണ്ടെ 2 വാഴയ്ക്ക എടുത്തിട്ടുണ്ട്. അത് ദാണ്ടെ ഇതുപോലെ ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലെയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപ്പ്, അതായത് ഇതിന് വേണ്ടി മാത്രം ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വേവാനും പാകത്തിന് കുറച്ച് മാത്രം വെള്ളം, ഒരു അരക്കപ്പോളം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. മിക്സാക്കി നമുക്ക് ഈ വാഴക്കൊക്കെ വേവാൻ വേണ്ടിയിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം. ഒരു 5-6 മിനിറ്റ് കൊണ്ട് ഇത് സെറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്നോട്ടെ. അപ്പോൾ ഇത് അവിടെ നിന്ന് വേവുമ്പോഴേക്കും നമ്മൾ നേരത്തെ ഇവിടെ റെഡിയാക്കി വെച്ചേക്കുന്ന നമ്മുടെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, തേങ്ങയൊക്കെ ചുട്ടെടുത്ത് വെച്ചേക്കും. അപ്പൊ ദാണ്ടെ ഞാനൊരു ബൗളിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഒരു 3 വറ്റൽമുളക് കൂടെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു. കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പൊ തേങ്ങ ഞാൻ അത്യാവശ്യം വലിയ കഷ്ണങ്ങളായതുകൊണ്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് അരഞ്ഞു കിട്ടാനാണ് കേട്ടോ തേങ്ങയൊക്കെ ഒന്ന് മുറിച്ചിട്ട് കൊടുത്തത്. ഇനി നമുക്കിതൊന്ന് ക്രഷ് ആക്കി കൊണ്ടുവരാം. ഒരുപാട് അരഞ്ഞു പോവരുത് കേട്ടോ. അതുകൊണ്ട് ഈ ഒരു പരുവത്തിനാണ് എടുക്കേണ്ടത്. ഇതുപോലെ ഒന്ന് ക്രഷ് ആക്കി എടുത്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇങ്ങനെ ചുട്ടെടുത്ത് ചെയ്യുമ്പോഴേക്കും ഒരു പ്രത്യേക മണവും ടേസ്റ്റും ഒക്കെയാണ് കേട്ടോ. അപ്പൊ അതാണ്ട് നമ്മുടെ കടലയൊക്കെ 4 വിസിൽ കേട്ട് ഇവിടെ റെഡി ആയിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ സ്റ്റീം ഒക്കെ പോയതിന് ശേഷമാണ് ഓപ്പൺ ചെയ്തത് കണ്ടോ. നല്ല സെറ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോഴാ വെള്ളം നമുക്ക് ഒരുപാട് വെള്ളം അധികമായി പോയി. അപ്പൊ ഇത്രയും വെള്ളം ആവശ്യമില്ല. അതിനോട് കുറച്ച് വെള്ളം കളഞ്ഞേക്കണേ. അതാണ്ട് നമ്മുടെ വാഴക്കയും വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ വാഴക്കയുടെ ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കണ്ടോ. അപ്പൊ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കടല ഉണ്ടല്ലോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ കുറച്ച് വെള്ളം കളഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കി കുറച്ച് വെള്ളമുണ്ട്. അത് അങ്ങനെ തന്നെ ചേർക്കുകയാണ്. ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കാം. സംഭവം നല്ലൊരു നാടൻ ഐറ്റം ആണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആണ്. ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ ബെസ്റ്റ് ഐറ്റം ആണ് കേട്ടോ. അപ്പൊ ഇതിനകത്ത് കുറച്ച് വെള്ളത്തിന്റെ അംശം കണ്ടോ. അത് നല്ലപോലെ ഒന്ന് വറ്റി വരട്ടെ. അപ്പൊ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ തുറന്ന് തന്നെ വെച്ചൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഇപ്പൊ ദാണ്ടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കണ്ടോ. ഒരല്പം വെള്ളം മാത്രം, ഒരു ചെറിയ നനവ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ വറ്റി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന തേങ്ങയുടെ ഒക്കെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കാം. ഇപ്പോഴേക്കും നല്ലൊരു മണമൊക്കെ ഇങ്ങോട്ട് വന്നു തുടങ്ങും കേട്ടോ. നല്ല അടിപൊളി ഒരു ഐറ്റമാണ് ഇത്. അപ്പൊ ദാണ്ടെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പൊ ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് ഉപ്പിന്റെ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കറക്റ്റ് ആയിരുന്നു ഉപ്പ്. അതുകൊണ്ട് ഞാൻ ഇനി ചേർക്കുന്നൊന്നുമില്ല. അപ്പൊ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം.
ഇനി ഫൈനലി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഇതിന്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ ഒഴിക്കുമ്പോഴേക്കും സെറ്റ് ആവും. പിന്നെ ഈ ഡയറ്റ് ഒക്കെ എടുക്കുന്നവരാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ പച്ച വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. പിന്നെ ഞാൻ അധികം എണ്ണ അങ്ങനെ കഴിക്കാറില്ല എങ്കിൽ പോലും ഈ അവസാനം ഈ എണ്ണ ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക മണവും ടേസ്റ്റ് ഒക്കെയാണെന്ന് തോന്നിയിട്ടുണ്ട്. അവിടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സംഭവം ഇവിടെ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയോ പിന്നെ കഞ്ഞീരുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളി ഒരു ഐറ്റം ആണ് കേട്ടോ. അപ്പം ഉണ്ടാക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയി ഉണ്ടാക്കിക്കോളൂ. നല്ല ടേസ്റ്റ് ആണ്. എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാടോ. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.